എന്താ ഒരു കോണ്ടന്റ് എടുക്കാനുള്ള റീസൺ മറ്റേ ഡേ ഇൻ മൈ ലൈഫും? കാരണം ഞങ്ങളായിട്ട് വരുന്ന ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സും നമ്മുടെ ആ ഒരു പിന്നെ എന്റെ ഓൺ വോയിസ് വീഡിയോസ് അത്യാവശ്യം റീച്ച് ചെയ്യാറുണ്ട്. ഈ നിർത്താത്ത ഈ സംസാരം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ ഓൺ വോയിസ് വീഡിയോക്കകത്ത് കയറുന്നേ. പിന്നെ ഈ ബസ്സിലേക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര ഒരു പുള്ളിനേക്കാളും ഞാനാണ് വണ്ടി നോക്കണമെന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ബസ്സിലേക്ക് ഒരുപാട് ഇവിടെ സി എഫ് എന്ന് പറയുമ്പോൾ നമ്മള് വർഷത്തിൽ ഇങ്ങനെ വണ്ടി പുതുക്കിയൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്ക് പുതിയ അലങ്കാര സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കും. അപ്പൊ ഞാനാണ് എത്രയാ 4035 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടിക്ക് എഡിഷൻ നെയിം ഇടും. ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഇങ്ങനെ ബാക്കില് സർവമായി ഇറങ്ങിയ ശേഷം പിന്നെ ആരെ കണ്ടല്ലോ. പക്ഷേ ഇപ്പൊ ഫുള്ള് ഡെലുലു എന്ന് പറഞ്ഞ ആ ഒരു പേര് സിനിമയ്ക്ക് ശേഷം ഞങ്ങളുടെ വണ്ടിയിലാണ് കൂടുതലായിട്ട്. എത്ര 1 മില്യൺ എത്ര അത്യാവശ്യം റീച്ച് ചെയ്തായിരുന്നു ഡെലുലു മരിയ. അതിന് ഞങ്ങൾക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കി തന്നു ഡെലുലു മരിയയുടെ ഒക്കെ വണ്ടിയുടെ പേര് ആകൃതിയില് ഷേപ്പില് പേരിടാന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഞങ്ങൾ ആദ്യം വണ്ടിയുടെ ഇത് വെച്ച് നോക്കിയിട്ട് പടക്കുതിര അല്ലെങ്കിൽ പറക്കും തളികാന്ന് ഇടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊരു പറക്കും തളിക ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് പൂക്കിനെയും വേണം, കാരണം നമ്മളിപ്പോ പൂക്കി കപ്പിൾസ് ആണല്ലോ. പൂക്കിനിടാന്ന് പറഞ്ഞപ്പോ രസമില്ല. അപ്പൊ ഡെലുലു സംതിങ് ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ഒരു പൂക്കി നെയിം ആണല്ലോ, ഒരു ക്യൂട്ട് നെയിം ആണല്ലോ. അപ്പൊ അങ്ങനെ ഡെലുലു എന്നിട്ടു. അത്യാവശ്യം അത് സക്സസ് ആയ ഒരു പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പേര് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് വണ്ടിക്ക്? ഒരു അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പേര് വേറെ വണ്ടിക്ക് ഇടുന്നില്ല. വേറെ വണ്ടിക്ക് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ, പക്ഷെ നമ്മുടെ വണ്ടിയാണ് ആ ഒരു റീച്ച് ആയത് ആ സിനിമയ്ക്ക് ശേഷം. അതിട്ട സമയത്ത് എല്ലാരും പറഞ്ഞു ഇപ്പൊ ഡെലുലു വണ്ടി, ഇപ്പൊ ഡെലുലു വണ്ടി. ഇത് ആൾക്കാർക്ക് പേര് മമ്മി എന്നോട് ചോദിച്ചിട്ട് എന്താന്ന് എഴുതി വെച്ചേക്കുന്നത് ഡെലുലു. മമ്മി ആയിട്ട് എങ്ങനെയാ? ഐഷ കേട്ടൻ ഭയങ്കര കമ്പനിയാണ്, ഫാമിലി ഒക്കെ ആയിട്ട്. ഐഷ കേട്ടൻ അമ്മയോട് പ്രതി ചേച്ചി വലിയ കുഴപ്പമില്ല, പക്ഷെ എന്റെ വീട് നല്ല കമ്പനിയാ.